അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരു വീട്, ആ വീടിൻ്റെ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് ഉമ്മയാണ്. ആ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോൾ, അതിഥികൾ വരുമ്പോൾ, കൂട്ടുകുടുംബങ്ങൾ ഒത്തുചേരുമ്പോൾ, ആ വീട്ടിൽ ഏറ്റവും വലിയ തിരക്ക് പ്രവർത്തനവുമായി ഓടി നടക്കുന്നത് ആ വീട്ടിൻ്റെ നെടുന്തൂണാകുന്ന ഉമ്മയാണ്. ആ ഉമ്മ എല്ലായിടത്തും ഓടണം, അതിഥികളെ നോക്കണം, വന്നവരെ സൽക്കരിക്കണം, അവരോട് സംസാരിക്കണം, അതോടൊപ്പം അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള സൽക്കാരങ്ങൾ ഒരുക്കണം, ഭക്ഷണങ്ങൾ ഒരുക്കണം, അത് വിളമ്പണം, കൊടുക്കണം. ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന ഉമ്മ. ആ ഉമ്മ ഒരു ദിവസം ആ വീട്ടിൽ എപ്പോഴും വരുന്ന അതിഥികളും കുടുംബവും എല്ലാവരും വരുമ്പോൾ നിശ്ചലമായി കിടക്കുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം. ആ ഉമ്മ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ വെള്ള പൊതച്ച് ആരോടും മിണ്ടാതെ, വന്നവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ നിശ്ചലമായി കിടക്കുന്ന ഒരവസ്ഥ. നാം വാതോരാതെ സംസാരിക്കും ഉമ്മയുടെ മഹത്വം, ഉമ്മയുടെ സ്നേഹം, ഉമ്മയോടുള്ള ബഹുമാനം. വാതോരാതെ സംസാരിക്കുന്നവരാ നമ്മളൊക്കെ. യഥാർത്ഥത്തിൽ കണ്ണു പോയാലേ കണ്ണിന്റെ വില അറിയൂ എന്ന് പറയുന്ന പഴമൊഴി, അതറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവണം. ആ ഉമ്മ വീടിന്റെ സെൻട്രൽ ഹാളിൽ വെള്ള പുതച്ച് കിടക്കുന്ന സമയം നാട്ടുകാരോ കുടുംബക്കാരോ ബന്ധുക്കളോ സ്വന്തം മക്കളോ ഭർത്താവോ ആരു വന്നാലും പ്രതികരണമില്ല, അനക്കമില്ല. അവരവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കുക. നാം ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച ഉമ്മ, നാം ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരഞ്ഞ ഉമ്മ. ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട് ഉമ്മയെക്കുറിച്ച്, മഹത്വവും. എന്നാൽ ഉമ്മയോടുള്ള സ്നേഹവും ഉമ്മയോടുള്ള ബഹുമാനവും പലർക്കും അവരുടെ മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ എഴുത്തിൽ വരുന്നത് ആ ഉമ്മ നമ്മിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷമാണ്. ഉമ്മ നമ്മോടിൽ നിന്ന് വിട പറയുമ്പോഴാണ് ഉമ്മയോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാകുന്നത്, ഉമ്മയോടുള്ള ബഹുമാനം നമുക്ക് മനസ്സിലാകുന്നത്. ഉമ്മ കൂടെയുണ്ടായിരുന്നപ്പോ പലതും നാം അറിയാതെ പോയത് ആ ഉമ്മയുടെ അഭാവത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഹയാത്തിലുള്ള നമ്മുടെ ഉമ്മമാരെ നമുക്കെങ്ങനെയൊക്കെ സേവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയും അവരെ ഖിദമത്ത് ചെയ്യുക. അവരെ പ്രയാസപ്പെടുത്താതെ, വേദനിപ്പിക്കാതെ അവരെ ജീവിതത്തിന് മുറുകെ പിടിക്കുക. അത് ഉഖറവിയായ വിജയത്തിന് വലിയ കാരണമാകും. അത് കഴിഞ്ഞതിന് ശേഷം, അവര് വിട്ടുപിരിഞ്ഞതിന് ശേഷം ഒരുപാട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം. എന്നാൽ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം നമ്മുടെ ഉപ്പയാണ്. ഉമ്മയോടുള്ള സ്നേഹവും പരിഗണനയും ഉമ്മയോടുള്ളതോടൊപ്പം പ്രിയപ്പെട്ട ഉപ്പയോടുമുണ്ടാവണം. ഉപ്പയോടും അത്തരത്തിലുള്ള എല്ലാ സ്നേഹവും പരിഗണനയും നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതം നാളെ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാനുള്ള 2 രക്ഷാകവചങ്ങളാണ് ഉപ്പയും ഉമ്മയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.